ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ്. കാർഷികം, വ്യവസായം, അടിസ്ഥാന സൌകര്യം, തൊഴിൽ, ആരോഗ്യം തുടങ്ങി സമസ്ത മേഖലകളിൽ സമഗ്ര മുന്നേറ്റം വിഭാവനം ചെയ്യുന്ന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്തി. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച. നികുതിദായകർക്കുള്ള സേവനങ്ങൾ ലളിതമാക്കും. ക്ഷേമ പദ്ധതികൾക്കും മുൻതൂക്കം. വനിതകൾ, കർഷകർ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഊന്നൽ. ക്യാൻസർ അടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ വില കുറയും. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 100%. വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പ. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം NDA സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തോടെ തുടർച്ചയായി 8 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി ശ്രീമതി നിർമ്മല സീതാരാമൻ. വനിതകൾ, കർഷകർ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കിക്കൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത്. യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പ്രാധാന്യം നൽകി വളർച്ച ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണ് ഇതെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. In this budget, the proposed development measures span 10 broad areas focusing on Garib, youth, Annadata and Nari, spurring agricultural growth and productivity, building rural prosperity and resilience, taking everyone together on an inclusive growth path, boosting manufacturing and furthering Make in India, supporting MSME. For this journey of development, our 4 powerful engines are agriculture, MSME, investments and exports. കാർഷിക വളർച്ചയും ഉൽപാദനക്ഷമതയും, തൊഴിൽ കേന്ദ്രീകൃതമായ വികസനം, ഗ്രാമീണ സമൃദ്ധി, MSMEകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, കയറ്റുമതി തുടങ്ങി 10ഓളം മേഖലകളിൽ വികസന പദ്ധതികൾക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. കൃഷി, MSME, നിക്ഷേപങ്ങൾ, കയറ്റുമതി എന്നിവ വികസനത്തിന്റെ 4 പവർ എഞ്ചിനുകളാണെന്ന് ധനമന്ത്രി പറഞ്ഞു. താഴ്ന്ന കാർഷിക ഉൽപാദനക്ഷമതയുള്ള രാജ്യത്തെ 100 ജില്ലകളിൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ധൻ ധാന്യ കൃഷി യോജന പദ്ധതി നടപ്പിലാക്കും. ഗ്രാമീണ കാർഷിക സമൃദ്ധി ലക്ഷ്യമിട്ടുള്ള ഈ പരിപാടിയിലൂടെ 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കും. യൂറിയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി അസമിലെ നാമരൂപിൽ 12.7 ലക്ഷം മെട്രിക് ടൺ ശേഷിയുള്ള യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും. നിലവിൽ ഉൽപാദന പ്രവർത്തനങ്ങൾ നടക്കാത്ത 3 യൂറിയ പ്ലാന്റുകൾ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ വഴി സഹകരണ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകും. ഭക്ഷ്യ എണ്ണക്കുരുക്കൾക്കായുള്ള ദേശീയ ദൌത്യം വിജയമായി. ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇതേ പാതയിൽ പ്രത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്കായി ദേശീയ ദൌത്യം ആരംഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം രൂപയായി ഉയർത്തി. യൂറിയ ഉൽപാദനത്തിനും വിതരണത്തിനും ഊന്നൽ നൽകും. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന എന്ന താമരവിത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ വ്യാപകമാക്കാൻ ബജറ്റിൽ തീരുമാനം. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കായുള്ള നിക്ഷേപ പരിധി 2.5 മടങ്ങാക്കാനും വിറ്റുവരവ് പരിധി ഇരട്ടിയാക്കാനും തീരുമാനം. മൈക്രോ എന്റർപ്രൈസുകൾക്കായി ക്രെഡിറ്റ് കാർഡുകൾ അവതരിപ്പിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചാരം നൽകും. തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കും. കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബ്ബായി ഇന്ത്യയെ മാറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു. പാദരക്ഷ, തുകൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി 22 ലക്ഷം പേർക്ക് തൊഴിലും 4 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവും 1.1 ലക്ഷം കോടി രൂപയിലധികം കയറ്റുമതിയും പ്രതീക്ഷിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് 20 കോടി വരെ അനുവദിക്കും. നിലവിലുള്ള സർക്കാർ വിഹിതമായ 10,000 കോടി രൂപയ്ക്ക് പുറമെ 10,000 കോടി രൂപ കൂടിയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് അനുവദിച്ചത്. മൈക്രോ എന്റർപ്രൈസിനുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി 5 കോടിയിൽ നിന്നും 10 കോടിയായി വർദ്ധിപ്പിക്കും. PM സ്വനിധി വഴി വഴിയോര കച്ചവടക്കാർക്ക് കൂടുതൽ വായ്പാ സഹായം. ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹോം സ്റ്റേകൾ തുടങ്ങാനായി മുദ്രാ ലോണുകൾ അനുവദിക്കും. രാജ്യത്തെ മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കും.
നിർമ്മിത ബുദ്ധി മേഖലയിൽ 500 കോടി രൂപ ചെലവിൽ മികവിന്റെ കേന്ദ്രം ആരംഭിക്കും. ബീഹാറിൽ ഫുഡ് ടെക്നോളജി മാനേജ്മെന്റ് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. IIT-കളുടെ ശേഷി വർദ്ധിപ്പിക്കും. 2014 ശേഷം സ്ഥാപിക്കപ്പെട്ട 5 IIT-കളിൽ 6500 വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള അധിക അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കും. മെഡിക്കൽ കോളേജുകളിൽ 10,000 അധികം സീറ്റുകൾ സൃഷ്ടിക്കും. 50,000 സ്കൂളുകളിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കും. എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്റർനെറ്റ് സൗകര്യം. ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്നതിനായി ഭാരതീയ ഭാഷാ പുസ്തക് പദ്ധതി നടപ്പിലാക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും. വരും സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇത്തരം 200 കേന്ദ്രങ്ങൾ സജ്ജമാക്കും. In the next year, 10,000 additional seats will be added in medical colleges and hospitals towards the goal of adding 75,000 seats in the next 5 years. Our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years. 200 centers will be established in 25-26 itself. IIT-കളിലെയും IISc-യിലെയും സാങ്കേതിക ഗവേഷണത്തിനായി പ്രധാനമന്ത്രി റിസർച്ച് ഫെലോഷിപ്പ് പദ്ധതിക്ക് കീഴിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 ഫെലോഷിപ്പുകൾ നൽകും. താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യുന്നതിനും ഉള്ളടക്കം ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഗ്യാൻ ഭാരതം ദൌത്യം നടപ്പിലാക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, വ്യക്തികൾ തുടങ്ങിയവർ ഇതിൽ പങ്കാളികളാകും. PM റിസർച്ച് ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 ഫെലോഷിപ്പുകൾ നൽകും. ദേശീയ ജിയോ സ്പെഷ്യൽ ദൌത്യം നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ആദ്യമായി സംരംഭകരാകുന്ന വനിതകൾക്കായി അടുത്ത 5 വർഷത്തിൽ 2 കോടി രൂപ വരെ ലഭിക്കുന്ന വായ്പാ പദ്ധതി അനുവദിക്കും. അങ്കണവാടികൾക്കായി പ്രത്യേക പദ്ധതി. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് പോഷകാഹാര പദ്ധതി. 36 ജീവൻ രക്ഷാമരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സാമൂഹിക സുരക്ഷാ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇത്തരം തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ ലഭ്യമാക്കുകയും ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ അവർക്ക് ആരോഗ്യ പരിരക്ഷയും നൽകും. 37 മരുന്നുകളും 13 പുതിയ രോഗി സഹായ പദ്ധതികളും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും. രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. കുടിയേറ്റം ഒരു അനിവാര്യതയല്ല, ഒരു താൽപര്യം മാത്രമാണ് എന്ന ആശയത്തിൽ ഗ്രാമീണ മേഖലയെ പരിപോഷിപ്പിക്കാൻ നടപടികൾ. സംരംഭക വികസനം, തൊഴിൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയിൽ ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കും. യുവ കർഷകർക്കും ഗ്രാമീണ യുവാക്കൾക്കും പുതിയ തൊഴിലവസരങ്ങളും വ്യവസായ അവസരങ്ങളും സൃഷ്ടിക്കും. പ്രാദേശിക വ്യോമ കണക്ടിവിറ്റിക്കായുള്ള ഉഡാൻ ദൌത്യത്തിന്റെ പരിഷ്കരിച്ച പദ്ധതി ആരംഭിക്കും. 120 പുതിയ ഇടങ്ങളിലേക്ക് ഉഡാൻ വ്യാപിപ്പിക്കും. 25,000 കോടി ആസ്തിയുടെ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് ആരംഭിക്കും. ജൽജീവൻ ദൌത്യം 2028 വരെ ദീർഘിപ്പിക്കും. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. 20,000 കോടി രൂപ ചെലവിൽ ദേശീയ ആണവോർജ്ജ ദൌത്യം നടപ്പിലാക്കും. 2033ഓടെ തദ്ദേശീയമായി വികസിപ്പിച്ച് 5 ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകൾ എങ്കിലും സജ്ജമാക്കും. PPP മാതൃകയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകും. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ 3 വർഷ കാലാവധിയുള്ള അടിസ്ഥാന സൗകര്യ പൈപ്പ് ലൈനുകൾ ആസൂത്രണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നികുതി ഘടന പരിഷ്കരിക്കും. നികുതിദായകർക്കുള്ള സേവനങ്ങൾ ലളിതമാക്കും. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച. പുതിയ ബില്ല് നികുതി വ്യവസ്ഥയിലെ മാറ്റം വ്യക്തമാക്കും. നടപടികൾ ലഘൂകരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കി. മുതിർന്ന പൌരന്മാരുടെ TDS പരിധി ഉയർത്തി. ആദായ നികുതി പരിധി ഉയർത്തി. 12 ലക്ഷം വരെ നികുതിയില്ലെന്ന പ്രഖ്യാപനം. സ്ലാബുകളിലും മാറ്റം. I propose to revise tax rate structures as follows: 0 to 4 lakh rupees nil, 4.8 lakh rupees to 4 to 8 lakh rupees 5%, 8 to 12 lakh rupees 10%, 12 to 16 lakh rupees 15%, 16 to 20 lakh rupees 20%, 20 to 24 lakh rupees 25%, and above 24 lakh rupees 30%.
to taxpayers up to 12 lakh of income. Other than special rate income such as capital gains, tax rebate is being provided in addition to the benefit due to slab rate reduction in such a manner that there is no tax payable by them. ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയെന്ന് ധനമന്ത്രി. ഇതോടെ ലിഥിയം അയൺ ബാറ്ററികളുടെ വില കുറയും. മൊബൈൽ ഫോൺ ബാറ്ററികളുടെ വിലയും കുറയും. വൈദ്യുത വാഹനങ്ങളുടെ വില കുറയും. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 74% നിന്നും 100%. ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും. രാജ്യവ്യാപകമായി 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴി പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും. ഇതിനായി 1.5 ലക്ഷം കോടി വകയിരുത്തും. 34.96 ലക്ഷം കോടി രൂപ വായ്പ, ഇതര വരുമാനവും 50.65 ലക്ഷം കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. ധനക്കമ്മി 4.4% നിലനിർത്തും. ധനക്കമ്മി നികത്താൻ 11.4 ലക്ഷം കോടി രൂപ വായ്പ സ്വീകരിക്കും. ബജറ്റ് ദിനത്തിൽ ഓഹരി വിപണിയിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 665 പോയിന്റ് ഉയർന്ന് 77,500-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 235 പോയിന്റ് നേട്ടത്തിൽ 23,485-ലും വ്യാപാരം തുടരുന്നു. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച തിങ്കളാഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും നടക്കും. ധനകാര്യ ബിൽ 2025, വഖഫ് ഭേദഗതി ബിൽ 2024, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കും. ഈ വർഷത്തെ ന്യൂഡൽഹി ലോക പുസ്തകമേളയ്ക്ക് ഇന്ന് ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. 9 ദിവസം നീളുന്ന മേള രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. 50-ലധികം രാജ്യങ്ങൾ മേളയുടെ ഭാഗമാകും. രാഷ്ട്രപതി ഭവനിലെ വാർഷിക ഉദ്യാനോത്സവവും രാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അമൃത് ഉദ്യാനം നാളെ മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഇന്ന് 49ാമത് തീരസംരക്ഷണ സേനാ ദിനം. 1977 ഫെബ്രുവരി 1-നാണ് തീര സംരക്ഷണ സേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് കേരളത്തിലും ലക്ഷദ്വീപിലും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. തീരദേശ ശുചീകരണം, മത്സ്യത്തൊഴിലാളികൾക്കായി അവബോധ പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. 38ാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ പുരോഗമിക്കുന്നു. നീന്തലിൽ കേരളത്തിന്റെ സജൻ പ്രകാശ്, ഹർഷിത ജയറാം എന്നിവർ ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടി. 4x200 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ കേരളത്തിന്റെ വനിതാ ടീമും ഫൈനലിലെത്തി. പുരുഷന്മാരുടെ ഫുട്ബോൾ, പുരുഷ വനിതാ ടീമുകളുടെ വോളിബോൾ തുടങ്ങിയ ഇനങ്ങളിലെ സെമി ഫൈനലിലും കേരളം ഇന്നിറങ്ങും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കും. ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം വിശുദ്ധ സ്നാനം നടത്തും. 73 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ഇന്ന് മഹാകുംഭമേള സന്ദർശിക്കും. നേരത്തെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗ പ്രതിനിധി സംഘവും മഹാകുംഭമേള സന്ദർശിച്ചിരുന്നു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തളിപ്പറമ്പിൽ തുടക്കമായി. പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം മറ്റന്നാൾ സമാപിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ബംഗളൂരു പോരാട്ടം. വൈകിട്ട് 5 മണിക്കാണ് മത്സരം. രാത്രി 7:30 ആരംഭിക്കുന്ന മറ്റൊരു മത്സരത്തിൽ മുഹമ്മദൻ FC മോഹൻ ബഗാനെ നേരിടും. ഒഡീഷയിലെ റൂർക്കെലയിൽ ഇന്നലെ നടന്ന ഹോക്കി ഇന്ത്യ ലീഗിൽ JSW സുർമ ഹോക്കി ക്ലബിനെ 3-1 പരാജയപ്പെടുത്തി ഹൈദരാബാദ് തൂഫാൻസ് ഫൈനലിൽ കടന്നു. ഇന്ന് കിരീടത്തിനായി ഹൈദരാബാദ് തൂഫാൻസ് ശ്രാച്ചിരാർ ബംഗാൾ ടൈഗേഴ്സിനെ നേരിടും. ചാലക്കുടി ആനമല റോഡിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് മുതൽ ചാലക്കുടി ഭാഗത്തേക്ക് 10 കിലോമീറ്റർ ദൂരം ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. മറ്റന്നാൾ മുതൽ ഈ മാസം 17 വരെയാണ് നിയന്ത്രണം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ എമർജൻസി വാഹനങ്ങൾ ഒഴികെ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കണ്ണൂർ കുടിയാൻമല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലാർക്കിന്റെ മരണം സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങളെ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അപലപിച്ചു. നേരത്തെ ജോലി ചെയ്ത സ്ഥാപനത്തിലെ മെഡിക്കൽ ഓഫീസറെ പഴിചാരുന്ന തരത്തിൽ വരുന്ന വാർത്തകളിൽ പ്രതിഷേധിക്കുന്നതായും KGMOA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ്. കാർഷികം, വ്യവസായം, അടിസ്ഥാന സൗകര്യം, തൊഴിൽ, ആരോഗ്യം തുടങ്ങി സമസ്ത മേഖലകളിൽ സമഗ്ര മുന്നേറ്റം വിഭാവനം ചെയ്യുന്ന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്തി. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച. നികുതിദായകർക്കുള്ള സേവനങ്ങൾ ലളിതമാക്കും.
ക്ഷേമ പദ്ധതികൾക്കും മുൻതൂക്കം. വനിതകൾ, കർഷകർ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഊന്നൽ. ക്യാൻസർ അടക്കം ഗുരുതര രോഗങ്ങൾക്കായുള്ള 36 മരുന്നുകളുടെ വില കുറയും. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 100%. വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പ. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.